വാഴ 2 ആഷറും പിള്ളേരും ബോക്സ് ഓഫീസ് തൂക്കി അവസാനം കേരളത്തിലെ നമ്പർ 1 കളക്ഷനായി. നമ്പർ 1 കളക്ഷൻ എന്ന് പറയുമ്പം ആദ്യം നിന്നിരുന്നത് നമ്മുടെ കേരളത്തിൽ നമ്പർ 1 123 കോടി നേടിയ ലോകയായിരുന്നു. നമ്പർ 2 തുടരുമായിരുന്നു. നാളെ കൊണ്ട് ഇന്ന് തുടരും വെട്ടി, നാളെ ലോകയും എല്ലാം വെട്ടിയിട്ട് നമ്പർ 1 കളക്ഷനിലേക്ക് കേരളത്തിൽ ഒന്നാമൻ. വേൾഡ് വൈഡിൽ ലോക തന്നെയാണ് നമ്പർ 1. നമ്പർ 2 എമ്പുരാനും നമ്പർ 3 ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്പർ 1 വാഴ 2 ആണ്. അന്നേരം സ്റ്റാറുകളും താരമാണ്, കണ്ടന്റ് താരങ്ങളാണ്, പുത്തൻ താരങ്ങൾ. 10 കോടി പോലും ചെലവില്ലാത്തൊരു സിനിമ 240 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നിൽക്കുക, കേരളത്തിൽ നമ്പർ 1 ആകുക എന്നൊക്കെ പറയുന്നത് അസാധ്യമൊന്നുമല്ല. ഇത് ഇഷ്ടപ്പെട്ടാൽ, മലയാളികൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടാൽ അത് പിന്നെ തീ പാറുന്ന കളക്ഷനോട്ടാണ്. എതിരാളികൾ എത്ര പേര് വന്നു, മോഹിനിയാട്ടം വന്നു, നല്ല ഗംഭീര സിനിമയായിരുന്നു മോഹിനിയാട്ടം. പക്ഷെ കളക്ഷൻ അത്ര ഗംഭീരമായി വന്നില്ല. പിന്നെ പള്ളിച്ചട്ടമ്പി വന്നു, വലിയ ബഡ്ജറ്റ് ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമ ഫ്ലോപ്പായി പോയി. ഈ സിനിമ വിഷുവിന് ഇറങ്ങിയ പടമാണ്. ടോവിനോയും പൃഥ്വിരാജ് ഗസ്റ്റ് റോളിലും വന്നു. നമ്മുടെ കുഞ്ചാക്കോന്റെ പടം വന്നു ദുരൂഹചാരിത്രത്തിൽ. ഇതൊന്നും വാഴയെ ബാധിച്ചില്ല. കാരണം വാഴ അങ്ങ് ഒരു ജനറേഷൻ മൊത്തവും എല്ലാവരും കുടുംബസമേതം പോയി 2-3 വട്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കണ്ട ഈ ഇടയ്ക്ക് കണ്ട സിനിമകളിൽ ഒന്നാണ്. പ്രത്യേകിച്ചും പിള്ളേർ ടീമുകളെല്ലാം കണ്ട സിനിമ തന്നെയാണ് വാഴ 2. എന്തായാലും മലയാള സിനിമയ്ക്ക് പുത്തൻ റെക്കോർഡായി വാഴ 2 യിലൂടെ.